നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ മതം ഉപേക്ഷിച്ച് പോകുന്നതിന് ആരും എതിരല്ല. അതിനുവേണ്ടി ആരെയും കൊല്ലാനും ഒന്നും ഇവിടെ ആരും ആഹ്വാനം ചെയ്തിട്ടുമില്ല, അങ്ങനെ പറയുന്നുമില്ല. ഓ അപ്പടിയാ വിഷയം. ഒരു നിമിഷം. സമസ്തയുടെ അടക്കമുള്ള മദ്രസ കിതാബുകളിൽ പഠിപ്പിക്കുന്ന സാധനമാണ് മതം വിട്ടവനെ കൊല്ലണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കുടൽമാല നമസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൊണ്ടിട്ടപ്പോഴും കൂടെ നിന്നവർ അവരെ പിടിച്ചു മാറ്റാനും ഉപദ്രവിക്കാനും തുടങ്ങിയപ്പോൾ അത് ചെയ്യരുതെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൽ എങ്ങനെയാണ് മതം ഉപേക്ഷിച്ച ഒരാളെ കൊല്ലാൻ പറയുകയാണ്? കഴിഞ്ഞിട്ടില്ല. എന്റെ മകൾ മദ്രസയിൽ പഠിക്കുന്നു, അവരോട് ഇതുവരെ മതം ഉപേക്ഷിച്ചവരെ കൊല്ലാനോ ആരെയും കൊല്ലാൻ ഇസ്ലാം മതത്തിൽ എന്റെ സ്കൂളിനെ പഠിപ്പിച്ചിട്ടില്ല. അതങ്ങനെ പഠിക്കാൻ പറ്റുന്ന സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെയൊക്കെ സമസ്തയുടെ അടക്കമുള്ള മദ്രസ കിതാബുകളിൽ പഠിപ്പിക്കുന്ന സാധനമാണ് മതം വിട്ടവനെ കൊല്ലണം. അങ്ങനെയൊക്കെ വഴിയില്ല. മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അതാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഇതൊക്കെ വല്ല കേസാണ് സാറേ. ഇങ്ങനെ ബഹളം വെക്കുന്നത്. അല്ല, ഒരു സെക്കൻഡ് താങ്കൾ ഈ പറഞ്ഞ ഞാൻ ഉത്തരം പറഞ്ഞിട്ട് ഇനി കുടൽമാല അത് ഞാൻ ഒരു സെക്കൻഡ് അവന് കിട്ടിയതെന്താണ്? അബ്ദുൽ ലിബിയ എന്ന സ്ഥലത്ത് വെച്ച് തല വെട്ടി